ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ടല്ല, ഇച്ചിരി നല്ല ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മളെ ഭൂമി പറയുന്നത് ഒരു സോളാർ സിസ്റ്റത്തിനുള്ളിലല്ലേ, അപ്പോൾ അതായത് മിൽക്കി വേ ഗാലക്സിയിലുള്ളതല്ലേ. അപ്പം ഭൂമിയുടെ ഒരു കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. നമ്മൾ പലതും കാണാത്തത് നിങ്ങളെ കാണിക്കുന്നതാണ്. സോ ഇന്നൊരു ഇൻവെസ്റ്റിഗേഷൻ പോലെയൊക്കെയാണ്. അത് നമ്മളെടുത്തോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. മനസ്സിലായില്ലേ? അപ്പം ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭൂമി സൃഷ്ടിച്ച ഒരു മൃഗമായിട്ടുള്ള പൂച്ചയാണ്. കറുത്തൊരു പൂച്ചയാണ്. ഓക്കെ, കണ്ടോ? ഇത് കണ്ടോ, നല്ല വെയിലാണ്. ഇനി സമ്മറാണെന്ന് തോന്നുന്നു വരാൻ. സമ്മർ ആണ്, ഓക്കെ, സമ്മറാണ് വരാൻ പോകുന്നത്. കണ്ടോ, പച്ചപ്പായിട്ട് കിടക്കുന്ന എല്ലാ ഇതും പോയിരിക്കുകയാണ്. ഇതും കൂടെ ഇനി പോകാനുള്ളൂ ഗൈസ്. ഈ പച്ച മരങ്ങളും കൂടെ ഇനി പോകാനുള്ളൂ. സോ എന്തായാലും ഇത് പള്ളി കേട്ടോ, നിങ്ങൾക്കറിയാലോ, പല വീടിൽ നിന്ന് ഒരു സംഭവം കണ്ടോ, ഉറുമ്പുകൾ, ഭൂമി സൃഷ്ടിച്ച ഉറുമ്പുകൾ, വലിയ കട്ടുറുമ്പും ഉറുമ്പിൻ കൂടാണ്. കൂട്ടിൽ നിറച്ച് ഉറുമ്പുകളാണ് കേട്ടോ. കടിക്കുന്നതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് പള്ളി വീടിൻ്റെ അകം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. ഇനി നിങ്ങൾ കാണുന്നത് കണ്ടോ, കണ്ടോ, പരുന്താണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങളിപ്പം ശരിക്കും സബ്സ്ക്രൈബറില്ല. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റൂ. ഇത് എന്തായാലും ഏകദേശം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. സോ പിന്നെ ഈ മരം കണ്ടോ, ഇത് എന്തോ ഒരു ചിലന്തിയല്ല, എന്തോ ഒരു കടന്തലോ അതേപോലത്തെ എന്തോ ഒരു ഇതിൻ്റെ കൂടാണ് ഇത് കാണാൻ സാധിക്കുന്നത്. നിറച്ചും കൂടാണ് കണ്ടോ. അത് ഉറുമ്പിൻ കൂടാണോ എന്ന് അറിയത്തില്ല. ഇതാണ് അവരുടെ വഴി എന്ന് പറയുന്നത്. കാറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമി സൃഷ്ടിച്ച കാറ്റ്. നമ്മൾ ശ്വാസം വെച്ച് എടുക്കുന്നത് ഈ മരത്തിൽ നിന്ന് വരുന്ന ഓക്സിജനാണ്. പുറത്തേക്ക് കളയുന്നത് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡാണ് പ്ലാന്റ്സ് എല്ലാം പിടിച്ച് അവർ കുക്ക് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ്. ഓക്കെ, അത് നമ്മൾ ആ റബ്ബർ വെട്ടുന്ന ആ ഒരു ടൂൾ വെച്ച് അതിനെ ഇങ്ങനെ ഇങ്ങനെ വെട്ടുമ്പോൾ അതിനകത്തുനിന്ന് വരും ഒരു ചെറിയ എന്തോ ഒരു വിമാനമാണെന്ന് തോന്നുന്നത്. ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും എവിടാ ഇതോ കണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പോവാണ്. സോ അത് പോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഇതാണ്, കാണിച്ചു തരാം പ്ലീസ്. ഈ സാധനം, ഈ ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ ഈ ഒരു പോയിന്റ് വരെ അവർ അതെ ഈ ഒരു പോയിന്റ് വരെ അവർ ചെയ്യും. മരം വെട്ടുന്ന ആള് ചെയ്ത് തരുമ്പം ഇങ്ങനൊരു സാധനം വരുമല്ലോ, അത് കട്ട പിടിച്ച് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ കണ്ട സാധനത്തില്ല അതേപോലെ ഇരിക്കും. ഇപ്പം ഇതെല്ലാം തോന്നുന്നത് ഇതാ ഇവിടെ വെച്ചുണ്ടോ, പാലുണ്ട്, ഇതിൻ്റെ അടിയിലോട്ട് പാല് വീഴും. ഇത് ഒരു ഡിഷ് പോലത്തെ ഒരു സാധനത്തിലോട്ട് ഉപയോഗിക്കും, കട്ടിയാക്കിയിട്ട് കട്ടിയല്ല, ഒരു സ്ലൈം പോലെ ഒരു സ്ലൈം പോലെ ആക്കിയെടുക്കും. അത് ആസിഡൊക്കെ വെച്ച് എന്താണ് ചെയ്യുന്നതും അത് വെച്ച് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഇവർ ഷീറ്റടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഷീറ്റടിക്കും. രണ്ട് രീതിയിൽ ഷീറ്റടിച്ച് ഇത് വിൽക്കുമ്പോൾ പൈസ കിട്ടും. ഇവരുടെയൊക്കെ നല്ല ഇതാണ് കേട്ടോ. ഇവിടെ ഇതൊക്കെ ഈ ഇപ്പോൾ കാണുന്ന എല്ലാം റബ്ബർ മരമാണ് കേട്ടോ. ഉണ്ടോ? സോ ഇതേപോലത്തെ ഇങ്ങനെ നല്ല ഓക്സിജനാണ് കിട്ടുന്നത്. ഓക്കെ, ചെറിയ എന്തോ ഒരു തുമ്പി പോലത്തെ സാധനമുണ്ടോ, ഇതൊക്കെ ഭൂമി സൃഷ്ടിച്ചതാണ്.
കാണാൻ സാധിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്തിയാടാ കാണാൻ സാധിക്കുന്നുണ്ടോ? പക്ഷേ ഗൈസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടോ? എനിക്ക് കാണുന്നില്ല തോന്നുന്നു. എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിടിച്ചതിൻ്റെ ഇതൊക്കെ ആയിരിക്കും ഗൈസ്. അറിയത്തില്ല. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. ഈ കാണുന്നത് നോക്കട്ടെ. ഇതെന്ന് പറയുന്നത് ഒരു ചെടി കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സോ ഇതാണ് നമ്മുടെ കാലിലൊക്കെ മുള്ളു കൊള്ളുമ്പം ഇതും വെച്ചൊരു 10-15 മിനിറ്റ് നമ്മൾ ചെയ്യും. ഇതിങ്ങനെ വയ്ക്കുമ്പം നമുക്കിത് അത് തനിയെ ഊരി വരും. നമ്മൾ എവിടാണോ മുള്ളു കൊണ്ടത് ആ ഒരു സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് നമ്മൾ 2 കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് തനിയെ വരും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആനിമൽ ഇൻട്രൊഡക്ഷനിൽ എനിക്ക് കാണിക്കാൻ സാധിച്ചില്ലായിരുന്നു. ഇതൊക്കെ ആടുകളാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മൾ ആടുകൾ തന്നെയാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പോൾ പിന്നെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ആപ്പാണെന്ന് അറിയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? അത് മറ്റുള്ള ചെറിയ ജന്തുക്കൾ ഇതിനകത്ത് വന്നിരിക്കും. എന്തെങ്കിലും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. ആ ടൈമിൽ ഇവന്മാർ ഒളിച്ചിരിക്കും. വരുമ്പം കയറി അറ്റാക്ക് ചെയ്യും. ട്രാപ്പും വർക്കായി, എല്ലാം വർക്കായി കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ എൻ്റെ മണ്ണിലോട്ട് കയറി കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. വൈകിട്ട് വന്നിരിക്കുന്നത് നല്ല രസമാണ്. വൈകിട്ട് വന്നിരിക്കുമ്പോഴേ ഇങ്ങനെ കിളികളൊക്കെ പുറത്ത് ഇങ്ങനെ സ്പോട്ടും കാര്യങ്ങളും ചിത്രശലഭം ഉണ്ടോ? ഈ ഓക്സിജൻ പലവരും മരങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് എനിക്ക് പറയാനുള്ളത്. മരങ്ങൾ നശിപ്പിക്കാതിരിക്കുക. സേവ് ട്രീസ്. ഒരു മരം മുറിക്കണമെങ്കിൽ 1000. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കട്ടെ വരട്ടെ. സോ ദിവസവും കാണുന്ന ക്യാഷിലോട്ട് നമ്മൾ ദിവസവും കാണുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും. മരം, കാറ്റ്, ഇതൊക്കെ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെയും കുറേ വിസ്മയങ്ങളുണ്ട്. ഉണ്ടോ? ഈ കിളികളാരങ്ങൾ ഉണ്ടാവുന്നത് നല്ല രസമാണ്. സോ ഇതെന്ന് പറയുന്നത് വലിയ ഉറുമ്പുകളൊരു കൂടാണ്. പക്ഷേ ഇത് ഈ ഒരു സ്ഥലത്ത് കുരുമുളക് കൃഷിയുണ്ട്, അറിയാവോ? ഇനി ഞാൻ മറ്റൊരു സംഭവം കാണിച്ചു തരണോ? സോ സാധാരണ എല്ലാ മരങ്ങളും നേരെയാണ് വളരുന്നത്. പക്ഷേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മരങ്ങളെല്ലാം വ്യത്യസ്ത ആംഗിളിൽ വ്യത്യസ്തത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. ഈ സംഭവമാണ് ഇതുപോലെ ഇങ്ങനെ പോയി വളഞ്ഞ് ഇങ്ങനെ പോവും. പക്ഷെ ഇതൊന്നുമല്ല. ഇതിൻ്റെ നടുക്കോട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാം അങ്ങോട്ടും അകത്തോട്ടൊരു വഴിയാണ്. നടുക്കൊരെണ്ണം ഇങ്ങനെ ഇതൊക്കെ അമ്മമാര് വളഞ്ഞൊക്കെയാണ് പോയിരുന്നത്. വളഞ്ഞ് അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇങ്ങനെ വളഞ്ഞ് ഓടൊന്നുമില്ല. ഉണ്ടോ? വേറെ ഒരെണ്ണം എല്ലാം അങ്ങോട്ട് പോയപ്പം ഒരുത്തം മാത്രം തല ഇങ്ങോട്ട് കയറി ഇങ്ങനെ. അതിനുള്ള അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഉണ്ടോ? ഇങ്ങനെ വന്നിരിക്കും. വളഞ്ഞ് ഇങ്ങനെ കയറി പോവുക. ഇതാണ്. ഇതിങ്ങനെ വന്ന് ഓല തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അകത്തോട്ട് കയറിപ്പോയത് പോലെ. ഒരു ഇതില്ലാണ്ടോ ഇങ്ങനെ വളഞ്ഞ് കയറി പോവുക. കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കണ്ടോ? നിങ്ങൾക്ക് ഇതിലെന്തു തോന്നുന്നേ?
ഇവിടെ ഒരു ഇല നിൽക്കുന്നു, ഇവിടെ ഇങ്ങനെ ഇല നിൽക്കുന്നു ഉണ്ടോ. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കിടക്കുന്നുണ്ടോ. സോ ഇത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സോ എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക, പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന കൃഷി പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ മുന്തിരിവള്ളികളൊന്നും എന്നെ തീയില്ല. പകുതിയും എന്താ പറയുന്നത്, ഈ കരിഞ്ഞുണങ്ങിപ്പോയി അമ്മാതിരി ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ പാറക്കല്ലുകൾ വട്ടമില്ല, ഇല്ല ഇങ്ങനെ ഈ കല്ലുകൾക്കും വെള്ളത്തിന് കല്ല് വെള്ളം ഇതിനൊന്നും ഷേപ്പൊന്നുമില്ല. എഴുതി കിടക്കുന്നു, അതാണ് അതിൻ്റെ ഷേപ്പ്. ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് നോക്കുമ്പോൾ റൗണ്ടാണ് അങ്ങനെ ഇതിന് ഷേപ്പില്ല. പിന്നെ അടുത്ത സംഭവം കണ്ടു, ഇത് മെഴുകുതിരിയാണ്. മെഴുകുതിരി മെഴുകുതിരി കണ്ടോ. നിങ്ങളുടെ വീട്ടിലായാലും അടുത്തടുത്തുള്ള പള്ളിയിലൊക്കെ ആയാൽ തന്നെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ ചെടിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത് എന്തൊരു സാധനമാണ്. ഭയങ്കര കട്ടിയാണ്, അതും തീ വന്ന് ഉരുകി ഉരുകിപ്പോയി. ഇതിനെന്നാ ഉണ്ടല്ലോ ഒരു ചെടി എന്നുണ്ട്. അടുത്തൊരു സാധനമുണ്ട്, ഒരു തെങ്ങ്, ബാമ്പൂ മരം. തോട്ടിൽ പൂളുണ്ടോ. ഇരുട്ടാല് നമ്മുടെ ബാമ്പൂ മാനാണ്. പൊളിച്ചെടുക്കാം. അപ്പൂപ്പൻ താടി അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് ഫാക്റ്റ് എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ അത് ഒടിച്ചു കളഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിങ്ങനെ പിടിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഇതെല്ലാം ഉണ്ടോ, ഈ ഒരു ഇലയാണ് ഇത് പറയുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ ഇത് അനുഭവം തന്നെ വെള്ളം പോലും വരത്തില്ല. പിന്നെ കഴിക്കുന്നത് എന്ത് ചെടിയാണ്, എന്തൊരു ജീവി ചെടിയാണ്, ചെടിയല്ല റെഡ് വന്നു ഉണ്ടോ. അതിനകത്ത് ഈ സാധനമുണ്ടോ, ഉണ്ടോ ഈ സാധനമാണ് അത്. അത് ഇവിടെ ഉണ്ട്, അവിടെ കാണുന്നത് വവ്വാലിൻ്റെ താമസ സ്ഥലമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ ആ പള്ളിയടുത്തോട്ട് വന്ന് ഇതിലൊക്കെ താന്ന് ചെന്നിരിക്കുമ്പം നമുക്ക് വവ്വാൽ വന്നിങ്ങനെ തല കമത്തി കാല് വെച്ചോടെ ഇങ്ങനെ സുഖനിദ്രയായിട്ട് ഇങ്ങനെ കിടക്കണം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു വെയിലാണ്, ഇങ്ങനെ വാങ്ങി ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ വീഴാൻ ചാൻസുണ്ട്. സോ തറയിൽ നോക്കി കിടക്കാം, ഇങ്ങനെയൊക്കെ കിടക്കും. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വണക്കം. സോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇനിയും വീഡിയോ. ബൈ.